മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിന് എത്തിയിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. പുതിയ തലമുറ സമൂഹത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ സംസ്ഥാനം യഥാർത്ഥത്തിൽ യുദ്ധം നടത്തുകയാണ്. ലഹരി വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും തായ്വേരറുത്ത് വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന് ഈ നാടിൻ്റെ ആകെ പിന്തുണയും പങ്കാളിത്തവും ആവശ്യമാണ്. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മാരക ലഹരികൾ പൊതുസമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുകയാണ്. മയക്കുമരുന്ന് ആസക്തി പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. ബുദ്ധിമുട്ട്, വൈകാരിക പ്രശ്നങ്ങൾ, കുറ്റവാളി, കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ കഞ്ചാവ്, ഹെറോയിൻ, മെത്താംഫെറ്റാമൈൻ, സിന്തറ്റിക് മരുന്നുകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു. സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം നേരത്തെയും ചേർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നും അതിൻ്റെ ഭാഗമായുള്ള യോഗം ചേർന്നിരുന്നു. വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും തുറന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചു. പോലീസ്, എക്സൈസ്, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ, പട്ടികജാതി പട്ടികവർഗം, ആരോഗ്യം, കായികം, സാംസ്കാരിക യുവജനക്ഷേമം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ 16 വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17 സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും. വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന കർമ്മപദ്ധതി കേരള പോലീസ് നടപ്പാക്കുകയാണ്. ഡി ഹണ്ട് ഡ്രൈവിന് പുറമെ ആ ഡ്രൈവിന് സഹായകരമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇൻ്റലിജൻസ് ഡീൻഡ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ
ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുവഴി കഴിഞ്ഞ ഫെബ്രുവരി 22 മുതൽ ഏപ്രിൽ 4 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം 2503 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സംസ്ഥാന തലത്തിൽ കേരള ആൻറ്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് KANSAF എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആൻറ്റി നാർക്കോട്ടിക് സെല്ല് DANSAF ഇവയെല്ലാം നിലവിലുണ്ട്. അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നു. ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, വിതരണം, കടത്തിക്കൊണ്ടുപോകൽ, സംഭരണം ഇവയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 2024 സംസ്ഥാനത്താകെ 27,578 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 29,889 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 45 കോടി വിലയുള്ള വിവിധ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. 2025 മാർച്ച് 31 വരെ 12,760 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 13,449 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 12 കോടിയുടെ മയക്കുമരുന്നുകൾ പിടിച്ചു. സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി. അതിൽ 97 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ 94 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. 236.64 ഗ്രാം MDMA, 562 കിലോഗ്രാം കഞ്ചാവ് ഉൾപ്പെടെ 34 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 2024-25 വർഷത്തിൽ ദീർഘദൂര ട്രെയിനുകളിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്ത് 64 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന സംഘങ്ങളെ പിടികൂടാൻ DANSAF ടീം സജീവമായി ഇടപെടുന്നുണ്ട്. 180 കേസുകളിലായി 251 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2024 വർഷത്തിൽ 65 കേസുകളിലായി 88 പ്രതികളുടെയും 2025 32 കേസുകളിലായി 39 പ്രതികളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടെടുക്കുകയും ജപ്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് തടയാൻ പ്രതിരോധത്തിൻ്റെ കവചം തീർക്കേണ്ടതുണ്ട്. അതിനായി അശ്രാന്ത പരിശ്രമത്തിലാണ് കേരള പോലീസ്. വിദേശികൾ ഉൾപ്പെട്ട കേസിൽ അതാത് രാജ്യങ്ങളിലെ എംബസികളുമായി ചേർന്ന് അന്വേഷണവും നിയമ നടപടികളും കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുകളെ കണ്ടെത്തുന്നതിലും പോലീസ് മികവ് കാണിക്കുന്നു. ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി
പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായി. എക്സൈസ് സേനയും ശക്തമായ പ്രതിരോധമുയർത്തുകയാണ്. ഈ മാർച്ച് മാസത്തിൽ എക്സൈസ് സേന ആകെ എടുത്ത കേസുകൾ 10,495. ഇതിൽ 1,686 കേസുകൾ അബ്കാരി കേസുകൾ, 1,313 മയക്കുമരുന്ന് കേസുകൾ, 7,483 പുകയില കേസുകളും ഉൾപ്പെടുന്നു. ആകെ 7,09,00,000 രൂപയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത്. മറ്റ് സേനകളുമായി ചേർന്നുള്ളതുൾപ്പെടെ 13,639 റെയ്ഡുകൾ നടത്തി. 1,17,777 വാഹനങ്ങളാണ് ഈ കാലയളവിൽ പരിശോധിച്ചത്. അബ്കാരി കേസുകളിൽ 66, മയക്കുമരുന്ന് കേസുകളിൽ 67 വാഹനങ്ങൾ പിടിച്ചു. അബ്കാരി കേസുകളിൽ പ്രതിയേർത്ത 1,580 പേരിൽ 1,501 പേരെയും, മയക്കുമരുന്ന് കേസിൽ പ്രതിയേർത്ത 1,358 പേരിൽ 1,316 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിലിരുന്ന 86 പ്രതികളെയും പിടികൂടാനായി. പുകയില കേസുകളിൽ 14,94,000 രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട്. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടത്തി സംയുക്ത ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കൂൾ കോളേജ് പരിസരങ്ങൾ, DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങൾ, ടർഫുകൾ, യുവാക്കളുടെയും മറ്റും ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ, ലേബർ ക്യാമ്പുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ലോഡ്ജുകൾ, കോളേജ് ഹോസ്റ്റലുകൾ, തട്ടുകടകൾ, ഇവിടങ്ങളിലൊക്കെ സംയുക്ത പരിശോധന നടത്തുകയാണ്. മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ടവരുടെ പട്ടിക പരസ്പരം കൈമാറുന്നുമുണ്ട്. എല്ലാ ജില്ലകളിലും സ്റ്റേഷൻ തലത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ SOGs രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപന ശ്രമങ്ങളും തടയുന്നതിനായി 4,469 സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്കൂൾ തലത്തിലും 1,776 ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ കോളേജ് തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. രക്ഷിതാക്കൾക്ക് ലഹരിയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും അവബോധം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ ക്യാമ്പയിൻ നടത്തുകയാണ്. ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുക. ലഹരിരഹിത കേരളത്തിനായി ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്നിവരുൾപ്പെട്ട സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തും. അതിലൂടെ നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളും സാമൂഹിക ഇടപെടലുകളും സാധ്യമാക്കും. എക്സൈസ് വകുപ്പ് നേതൃത്വം നൽകി വരുന്ന വിമുക്തി മിഷൻ പദ്ധതിയുടെ ഭാഗമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ലഹരി വിമുക്ത ക്ലാസുകൾ, വിമുക്തി
സ്പോർട്സ് ടീം, ഉണർവ് പദ്ധതി, ശ്രദ്ധ, നേർക്കൂട്ടം കമ്മിറ്റി, ബാല്യം അമൂല്യം പദ്ധതി, നേർവഴി പദ്ധതി, ലഹരി വിമുക്ത വിദ്യാലയം, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം, ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഊർജിതമായി തുടരും. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലാസുകൾ NSS, SPC, NCC, ORC, ഹോപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ, കുടുംബശ്രീ, PTA, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ പോലീസ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും. ലഹരി വിപത്തിനെതിരെ പ്രതിരോധമുയർത്താൻ പൊതുസമൂഹമാകെ സ്വയം മുന്നിട്ടിറങ്ങുന്നത് ആവേശം പകരുന്ന കാര്യമാണ്. മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഇടുക്കി വണ്ടൻമേട് MES സ്കൂളിലെ അധ്യാപിക വിരമിച്ച ചടങ്ങിൽ ലഹരിക്കെതിരെ കുട്ടികൾ പ്രതിജ്ഞയെടുക്കുന്ന നിലയുണ്ടായി. കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെ അവബോധം സ്ഥിരമായി നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനം പകരും. കൊണ്ടോട്ടിയിലെ ചിറയിൽ വാർഡിൽ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും റിപ്പോർട്ട് ചെയ്യാൻ AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയ സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചത് മറ്റൊരു മാതൃകയായി. നിരവധി മാധ്യമങ്ങളും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട്. നാടിൻ്റെ നന്മക്കായി തങ്ങളുടെ അറിവും അധ്വാനവും മാറ്റിവെക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രചോദനം പകരും. പൊതുജനങ്ങൾക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിഷയങ്ങളും നൽകുന്നതിനായി ടോൾ ഫ്രീ നമ്പറായ നാഷണൽ നാർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ 1933 നമ്പറും ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന ആൻറ്റി നാർക്കോട്ടിക് സെൽ വിഭാഗത്തിൻ്റെ 9497979794 മറ്റൊരു നമ്പർ 9497927797. ഈ നമ്പറുകളും കേരള പോലീസ് ആരംഭിച്ച യോദ്ധാവ് എന്ന പദ്ധതിയിലെ 9995966666 എന്ന വാട്സപ്പ് നമ്പറും 24 മണിക്കൂറും ലഭ്യമാണ്. 2025 മാർച്ച് മാസത്തിൽ മാത്രം 1157 ഫോൺ കോളുകൾ യോദ്ധാവ് നമ്പറിലേക്കും 3865 കോളുകൾ ആൻറ്റി ഡ്രഗ് കൺട്രോൾ റൂമിലേക്കും ലഭിച്ചിട്ടുണ്ട്. 2024-2025 വർഷങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള 804 പേർക്കും 3566 മുതിർന്നവർക്കും കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള 19 പേർക്കും 790 മുതിർന്നവർക്കും മയക്കുമരുന്നിൽ നിന്ന് വിമുക്തി നേടുന്നതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ലഹരി മോചന ചികിത്സ നൽകുന്നതിന് 14 ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ചാണ് ഈ സെൻ്ററുകൾ. തിരുവനന്തപുരം ജില്ലയിൽ
നെയ്യാറ്റിങ്കര ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററിലും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ലഹരി മോചന ചികിത്സക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററുകൾ വഴി 2016 മുതൽ ഇതുവരെ IP-യിൽ 1,40,479 പേരും OP-യിൽ 11,277 പേരും ചികിത്സ തേടി. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലവും ശക്തവുമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് യോഗം ചേർന്നപ്പോൾ എടുത്ത ഒരു തീരുമാനം, ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഒരു കുറവുള്ളത്, മയക്കുമരുന്നിന് വിധേയരായ ആളുകൾ വീടുകളിൽ നിന്ന് പരാതിയൊക്കെ വന്ന് പിടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവർ വല്ലാതെ അക്രമാസക്തമാകുന്നുണ്ട്. ഈ അക്രമാസക്തരായ ആളുകളെ താമസിപ്പിക്കുന്നതിനുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകൾ, അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലില്ല. ആകെ സംസ്ഥാനത്ത് ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് ജില്ലയിൽ അത്തരമൊരു ഡി അഡിക്ഷൻ സെൻ്റർ കൂടി വേണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. ലഹരിയുടെ പിടിയിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കാനും നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താനും നമ്മളേവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ യുദ്ധമായി കണക്കാക്കണം. നാടൊന്നാകെ തോളോട് തോൾ ചേരേണ്ട സമയമാണിത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ലഹരി വിമുക്ത കേരളം പടുത്തുയർത്താനും എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു. യോജിച്ച പ്രവർത്തനത്തിലൂടെ നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയുക തന്നെ ചെയ്യും.